നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും അതുപോലെ തന്നെ സ്വന്തമായി വലിയ വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരായ വീട്ടമ്മമാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ആശ്വാസമാകുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് കേരള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. ഈ അടുത്തിടെ നമ്മുടെ പഴയ സർക്കാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ ഒരു പദ്ധതി വഴി മാസം തോറും 1000 രൂപ വീതം നേരിട്ട് അർഹരായവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഇതിനകം 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ആദ്യ ഗഡു തുക അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇതിന് അർഹരാണോ? അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ വേണം? കെ സ്മാർട്ട് പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ അപേക്ഷിക്കാം? എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി യാതൊരുവിധ തെറ്റുമില്ലാതെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം അവസാനമാണ് ഞാൻ എങ്ങനെ ഇതിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ് ബാല മലയാള യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പം ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ന് നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് ഈ ഒരു പദ്ധതി എന്ന് നമുക്ക് നോക്കാം. സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ കേരളം എന്നും നമ്മുടെ രാജ്യത്തിൽ മുൻപന്തിയിലാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 35 മുതൽ 60 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായമുള്ള സ്ത്രീകൾക്കും അതുപോലെ ട്രാൻസ്ജെൻഡർ വനിതകൾക്കും സർക്കാർ പെൻഷൻ ഒന്നും ലഭിക്കാത്തവർക്കായി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് വനിതാ സുരക്ഷാ പദ്ധതി അഥവാ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട് വീട്ടുജോലികളും കുടുംബകാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്ന, എന്നാൽ സ്വന്തമായി യാതൊരു വരുമാനവും ഇല്ലാത്ത ധാരാളം സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. സോ അവർക്ക് സ്വന്തം ആവശ്യങ്ങൾക്കായി പോലും മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട സാഹചര്യം വരാറുണ്ട്. സോ ഈ ഒരു അവസ്ഥയ്ക്ക് ഇനി മാറ്റം വരുത്താനും ഓരോ സ്ത്രീക്കും സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കാനുമാണ് കേരള സർക്കാർ ധനകാര്യ വകുപ്പിലൂടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രതിമാസം 1000 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു രീതിയാണിത്. ഇടനിലക്കാരുടെയോ ഏജന്റുമാരുടെയോ യാതൊരു ശല്യവും ഇല്ലാതെ ഈ തുക കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പെൻഷൻ പദ്ധതിയാണ്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഇത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതിന് വ്യക്തമായിട്ടുള്ള ചില നിബന്ധനകളും മാനദണ്ഡങ്ങളും, ദാറ്റ് ഈസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ സർക്കാർ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹരായ ആളുകളിലേക്ക് മാത്രം ഈ ഒരു എമൗണ്ട്, ഈ ഒരു 1000 രൂപ എത്തണം എന്നതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് നോക്കിയാലോ. നമ്പർ 1, പ്രായപരിധി. അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 35 വയസ്സ് തികഞ്ഞിരിക്കണം. അതേസമയം 60 വയസ്സ് കവിയാനും പാടില്ല. അതായത് 35നും 60നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണ വയോജന പെൻഷനാണ് ലഭിക്കുക. ഓക്കെ, അപ്പൊ അവർക്കും പെൻഷൻ ഉണ്ട്, അത് നോട്ട് ചെയ്യുക. പക്ഷെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രം. രണ്ടാമതായി താമസം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. ആൻഡ് മൂന്നാമത്തെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ. സ്ത്രീകൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ അർഹമായ പരിഗണന ലഭിക്കേണ്ട ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ പൂർണ്ണ അർഹതയുണ്ട്. അടുത്തതായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റുപറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് അറിയോ? അത് നിങ്ങളുടെ റേഷൻ കാർഡ്. അതെ, നാലാമതായി റേഷൻ കാർഡിലുള്ളൊരു നിബന്ധനയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിൽ പിങ്ക് റേഷൻ കാർഡ്, അതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡ് എന്ന് പറയും, അതല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ്, ദാറ്റ് ഈസ് AAY റേഷൻ കാർഡ്, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അതായത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട BPL കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിങ്ക് കാർഡാണ് ഉള്ളത്, എന്നാൽ ഭാവിയിൽ ഏതെങ്കിലും കാരണത്താൽ അത് നീലക്കാർഡോ അതല്ലെങ്കിൽ വെള്ളക്കാർഡോ ആയിട്ട് മാറിയാൽ ഈ പെൻഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ആൻഡ് ദ 5th പോയിന്റ് ഈസ് മറ്റ് പെൻഷനുകൾ. അതായത് അപേക്ഷിക്കുന്ന വ്യക്തി നിലവിൽ സർക്കാരിന്റെയോ മറ്റ് ക്ഷേമനിധി ബോർഡുകളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള പെൻഷനുകൾ വാങ്ങുന്നവരാവരുത്. ഓക്കെ, ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ യോഗ്യതകൾ എന്തൊക്കെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കി. അതിന് കൂടെ തന്നെ ഇൻഎലിജിബിലിറ്റി, അതായത് എക്സ്ക്ലൂഷൻസ്, ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. സോ ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇതിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. പലരും പറയാറുണ്ട് ഞാൻ അപേക്ഷ നൽകി പക്ഷെ റിജക്റ്റ് ആയി എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതിന് അവർക്ക് അർഹത ഇല്ലാത്തത്
അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഭാഗത്തിൽ പെടുന്നവർക്ക് ഈ ഒരു പദ്ധതി വഴി പെൻഷൻ ലഭിക്കില്ല. ഒന്നാമതായി മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞുതരാം ആ കാര്യം കേട്ടോ. അതായത് വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, കർഷക പെൻഷൻ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ. രണ്ടാമതായി ഫാമിലി ഓർ സർവീസ് ഓർ EPF പെൻഷൻ. നിങ്ങളുടെ ഭർത്താവിന്റെയോ മറ്റു ബന്ധുക്കളുടെയോ ഫാമിലി പെൻഷനോ അല്ലെങ്കിൽ EPF പെൻഷനോ സർവീസ് പെൻഷനോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അർഹതയുണ്ടായിരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേന്ദ്ര സംസ്ഥാന സർവീസിലോ അതുമല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അതായത് പണ്ടെപ്പോഴും എടുത്ത് BPL കാർഡ് ഉണ്ട് എങ്കിലും ഇപ്പം സർക്കാർ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നമുക്ക് നോക്കിയാലോ. ഇതിന് നിങ്ങൾ ഓൺലൈനായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റിലേക്ക്. സോ പ്ലീസ് വെയിറ്റ്. ഓക്കെ, അപ്പം എന്തൊക്കെ രേഖകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി ആധാർ കാർഡ്. ആധാറുമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യണം കേട്ടോ. കാരണം OTP വരുന്നത് ഈ ഒരു നമ്പറിലേക്കായിരിക്കും. ദെൻ റേഷൻ കാർഡ്, നിങ്ങളുടെ പിങ്ക് ദാറ്റ് ഇസ് PHH റേഷൻ കാർഡ് അതല്ലെങ്കിൽ മഞ്ഞ AAY റേഷൻ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. മൂന്നാമതായി വയസ്സ് തെളിയിക്കുന്ന രേഖ, അതായത് ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് SSLC, ഡ്രൈവിംഗ് ലൈസൻസ്, അതും അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇതിലൊന്നും വയസ്സ് വ്യക്തമല്ലെങ്കിൽ സർക്കാർ ഡോക്ടർ നൽകുന്ന ഒരു മെഡിക്കൽ ഏജ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഓക്കെ. ദെൻ ബാങ്ക് പാസ്ബുക്ക്, നിങ്ങളുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിത്ത് IFSC കോഡ് ആൻഡ് അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ ഒരു സെൽഫ് ഡിക്ലറേഷൻ, ദാറ്റ് ഇസ് മറ്റു പെൻഷനുകളോ വരുമാനങ്ങളോ ഒന്നുമില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു സത്യപ്രസ്താവന. അപ്പൊ ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ്. ഇനി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം? ഈ പെൻഷനായി സർക്കാർ 2 വഴികളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി, ദാറ്റ് ഇസ് K-Smart പോർട്ടൽ ഉപയോഗിച്ച്. രണ്ടാമതായി ഓഫ്ലൈൻ വഴി, ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ ഓഫീസ്, അക്ഷയ വഴി ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. സോ ആദ്യം നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ ഫോണിലൂടെ എങ്ങനെ അപേക്ഷിക്കാം എന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ മൊബൈലിലെ ബ്രൗസർ തുറന്ന് ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിൽ അപ്ലൈ സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ നൽകി OTP വഴി ലോഗിൻ ചെയ്യാം. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡിൽ എത്തുമ്പോൾ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4, ഇനി ഒരു 6 സ്റ്റെപ്സ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആധാർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ ഇത് നൽകുക. പിന്നെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ദാറ്റ് ഇസ് പേര്, മേൽവിലാസം, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ തൊഴിൽ വിവരം, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ വരുമാന വിവരങ്ങളും ഇൻകം എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ വരുന്ന നിങ്ങളുടെ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് IFSC കോഡ് നൽകുക. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ രേഖകളുണ്ടല്ലോ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി ഇതെല്ലാം ഉറപ്പുവരുത്തി സെൽഫ് ഡിക്ലറേഷൻ, അവിടെ ഒരു ബോക്സ് കാണാം, അവിടെ ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പ് 4 വരുന്ന ഒരു 6 മിനി സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് അതല്ലെങ്കിൽ ഒരു നമ്പർ ലഭിക്കും. സോ അത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ അല്ല ആർക്കെങ്കിലും സെൻഡ് ചെയ്തിട്ട് നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക. കാരണം പിന്നെ നിങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കേണ്ടത് ഈ ഒരു അക്നോളജ്മെന്റ് നമ്പർ വെച്ചിട്ടായിരിക്കും. ഇതാണ് ഓൺലൈൻ വേർഷൻ. ഇനി ഓഫ്ലൈൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നും ഫോം വാങ്ങി നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ രേഖകളും നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് അത് കൊടുത്തിട്ട് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദാറ്റ് ഇസ് ലോക്കൽ ബോഡീസ്, ഈ ഒരു ആപ്ലിക്കേഷൻ പരിശോധിക്കും. രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ അപേക്ഷ അപ്രൂവ് ചെയ്യുകയും സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് അപേക്ഷിക്കുന്നവർ നൽകുന്ന ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോഴും ആക്റ്റീവ് ആയതുമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ കേരള സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു എന്ന് കരുതുന്നു. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള അർഹരായ സ്ത്രീകളോ ട്രാൻസ്ജെൻഡർ വനിതകളോ ഉണ്ടെങ്കിൽ സമയം കളയാതെ ഈ ഒരു പദ്ധതിക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളത് നോക്കിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതുപോലുള്ള പുതിയ സർക്കാർ പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ നിലവിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങളെക്കുറിച്ചും കൃത്യസമയത്ത് നിങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ.
Bosswala. Be the boss.